السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الآل القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر الله ذلك في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر. صدق الله المولانا العظيم. إن أقربكم مني مجلسا يوم القيامة أحسنهم أخلاقا ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അള്ളാഹു പരിശുദ്ധ ഖുർആൻ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഒരുപാട് മദ്ഹ് മൗലിദാക്കിയ അതിൽ ഒരു മൂലതായിട്ട് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അള്ളാഹുൻ്റെ റസൂലിൻ്റെ മദ്ഹ് കൂടെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ അള്ളാഹുമ്മ അള്ളാഹ് ആഖിറത്തിലും അള്ളാഹുവിനും ആഖിറത്ത് ആർക്ക് ആഗ്രഹമുണ്ട് അങ്ങ് അള്ളാഹുൻ്റെ റസൂലിനു ആ ഉദാത്തമായ മാധുരി ഉണ്ട്, ആ മാധുര്യയോഗ്യമായ ജീവിതമുണ്ട്. അള്ളാഹു കൂടെ വഇന്നക ലഅലാ ഖുൽഖിൻ അളീം. അത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ മദ്ഹ് മൗലിദ് എന്നോ തീർച്ചയായിട്ടും അള്ളാഹു നല്ല അളീം ഘനമെത്തമായോ സൽസ്വഭാവികളോ ആ നേതാവായിട്ട് കിട അള്ളാഹുൻ്റെ റസൂൽ അത്തര എല്ലാ സൽസ്വഭാവത്തോ മേലുള്ള അള്ളാഹുൻ്റെ റസൂൽ സൽസ്വഭാവം എന്നപ്പോൾ അള്ളാഹു എന്താ ചെന്നു മൗലിദാക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്താക്കണം, നാലുകും അള്ളാഹുൻ്റെ റസൂൽ റബീഉൽ അവ്വൽ തിങ്കളിൽ നാലുകും മൗലൂദ് ഇറങ്ങണം. അള്ളാഹ് ചെന്നല്ലേ ഫഅമ്മ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. നിങ്ങൾക്ക് അള്ളാഹു തന്ന നിഅമത്തിനെ എടുത്ത് ചെല്ലുണ്ട്. അള്ളാഹ് ഖുർആനിൽ ചെന്നു. അതുകൊണ്ട് ഞങ്ങൾ തന്ന നിഅമത്തിനെ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് എന്തോ ഞങ്ങൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിയാക്കിയോ. പിന്നെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നാന് അനുവേ നിങ്ങളെ ഇടീ ലോകത്ത് എല്ലാ ലോകത്തും അനുഗ്രഹാൻ റഹ്മത്തായിട്ടല്ലാണ്ട് ഞാൻ കടത്തിയിട്ടില്ല എന്ന് ചെന്നു. അപ്പോൾ അള്ളാഹു തന്ന നിയമത്തിൽ വലിയ നിയമത്ത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ അവിടെ ഞങ്ങൾ അള്ളാഹു നിയമത്തായിട്ട് കിർഫത്തെ കടലായിട്ട് അള്ളാഹു ഓടി തന്നത്. അപ്പോൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ആ നിയമത്തെ എന്താക്കണം, എടുത്തു ചെല്ലണം എന്ന് അള്ളാഹു ചെന്നാൽ ഖുർആൻ ചെന്നു. അതുകൊണ്ട് എന്താക്കണം, ഞങ്ങൾ ധാരാളം എടുത്ത് ചെല്ലണം അള്ളാഹു തന്ന നിയമത്തിന് അവിടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെന്നാക്കിയിട്ട് അള്ളാഹു നന്ദി രേഖപ്പെടുത്താൻ കാണും. അപ്പോൾ അള്ളാഹു തന്ന നിയമത്തിൽ ഒന്നാമത്തെ നിയമത്തിൽ വലിയ നിയമത്ത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഞങ്ങൾക്ക് ഇവിടെ എന്താക്കിയോ ഇത് ലോകത്ത് പൂർത്തി റഹ്മത്തായിട്ട് അള്ളാഹു കടിച്ചു. അത് വലിയ നിയമത്താണ്. അപ്പോൾ ആ നിയമത്തിൽ എന്താക്കൊണ്ടെങ്കിൽ എടുത്ത് ചെല്ലണം. ചിന്ന അർത്ഥം എന്തോ അള്ളാഹുൻ്റെ റസൂലിൻ്റെ മദ്ഹ് ആക്കണം, മൗലൂദാക്കണം, ഗുണഗാനാക്കണം, അള്ളാഹുൻ്റെ റസൂലിൻ്റെ കൂടെ പുകഴണം. അതായിട്ട് കിട്ടും. അള്ളാഹുൻ്റെ റസൂലിട്ട് കേട്ടാർ ആറ് സ്വഹാബകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തെങ്കിലും നബിയെ നിങ്ങൾ എല്ലാ തിങ്കളാഴ്ച നോമ്പ് പിടിക്കാറ് എന്ന് കേട്ടപ്പോൾ നബി എന്ത് ചെന്നോ, നബി ചെന്നോ അത് നണ്ടോ ബർത്ത്ഡേ നണ്ടോ പെറ്റനാൾ, അതുകൊണ്ട് നാം നോമ്പ് പിടിക്കണോ നോക്കുള്ളൂ. അള്ളാഹുൻ്റെ റസൂൽ ശുക്ർ അങ്ങനെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ബർത്ത്ഡേ എന്താക്കട് ആചരണാക്കട് ഉണ്ട്. അപ്പം ഞങ്ങൾ മീലാദുൻ നബി ആചരണാക്കൂ എന്ന് അത് ഹദീസ് എന്ന് തെളിവ് എന്നിട്ട് ഒരുപാട് മഹാന്മാർ ചെന്ന് വെച്ചിടാറ്, ഒരുപാട് മഹാന്മാർ ചെന്ന് വെച്ചിടാറ്. അതുകൊണ്ട് എന്താക്കൊണ്ട് അള്ളാഹുടെ റഹ്മത്ത് കൊണ്ട് എന്താണ് സന്തോഷമാവണം. അതും ഖുർആനിൽ ചെന്നു. അള്ളാഹു ഈ ഒരു സൂറത്തിൽ 58-ാമത്തെ ആയത്തിൽ അള്ളാഹ് ചെന്നല്ലേ അള്ളാഹുടെ ഫളൽ കൊണ്ടും അള്ളാഹുടെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷാവൂ എന്ന് അള്ളാഹു ചെന്നു. അപ്പോൾ അള്ളാഹുടെ റഹ്മത്താർ അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുൻ്റെ റസൂൽ ജനിച്ച ഈ തിങ്ങളിൽ എപ്പോൾ നോക്കിയാൽ നിങ്ങൾ സന്തോഷം. അതിലും 12 റബീഉൽ അവ്വൽ 12 ധാരാളം സന്തോഷമാവണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്ന പോലെ കിർഫത്തെ കടലായ അള്ളാഹുൻ്റെ റസൂലു ഇവിടെ ഞങ്ങൾ വന്ന ഇതുകൊണ്ട് ഞങ്ങൾ ബറാബരി സന്തോഷം. അതുകൊണ്ട് ഓരോ മനുഷ്യന്മാർ ഓരോരോ അങ്ങ് കുത്തിയിലെ പോലത്തോ അള്ളാഹു ഇഷ്ടപ്പെട്ട ഏത് കാര്യമാക്കിയും കൊണ്ട് സന്തോഷമാവാം. ഏത് കാര്യമാക്കിയും കൊണ്ട് ചിലാൽ നോമ്പ് പിടിച്ചുകൊണ്ട് സന്തോഷമാവാം, ചിലാൽ ദാനധർമ്മമാക്കിയും കൊണ്ട് സന്തോഷമാവും, ചിലാൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ മദ്ഹാക്കിയും കൊണ്ട് സന്തോഷമാവും, ചിലാൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ പേരിൽ ധാരാളം അന്നദാന അല്ലേ ഭക്ഷണദാനം ഇങ്ങനെ ദാനാക്കിക്കൊണ്ട് അള്ളാഹു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹ് സന്തോഷാവും. ഏതിലേക്കും സന്തോഷാവും. എല്ലാം സന്തോഷാവിടെ എന്തോ അള്ളാഹുൻ്റെ റസൂലിൻ്റെ അങ്ങേറ്റം ബഹുമാനിച്ചും കൊണ്ട് അള്ളാഹുൻ്റെ റസൂൽ ഞങ്ങൾ അള്ളാഹു നൽകിയ നിഅമത്തും വെക്കും റഹ്മത്തും വെക്കും അള്ളാഹുടെ ബർക്കത്തും വെക്കും. അതുകൊണ്ട് ആ കാരുണ്യ നബിയുടെ
ഞങ്ങൾ ഇവിടെ എന്താക്കണം കൈയുടെ പരമാവധി ധാരാളം മധു ഹാക്കടങ്ങ് ഞങ്ങൾ ആവണം. ഞങ്ങൾ മധു ആക്കിയിട്ട് എന്താവണം സന്തോഷമാണ്. അതായിട്ട് ഈദ് മിലാദ് അല്ലെങ്കിൽ മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലൂദ് പാരായണം ഇതെല്ലാം ഞങ്ങൾ എന്തോ ഞങ്ങളുടെ കർത്തവ്യം അത്. കാരണം അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് റസൂലിൻ്റെ മൗലൂദ് ആക്കി, അള്ളാഹ് റസൂലിൻ്റെ മൗലൂദ് അള്ളാഹ് റസൂലിനെ ആക്കി. അന സയ്യിദു ഉൽദി ആദം ആർ ചെന്നു? നബി ചെന്നു. നബിയുടെ മധു ഹാക്കടോ. അന സയ്യിദു ഉൽദി ആദം നബിയുടെ സന്തതികൾ ನಾನು ರಾಜಾವು ನಾನು ಲೀಡರ್ ನಾನು നേതാവ് നാർച്ചൽ നബി ചൊല്ലു. അത് ക്യാമന്നാളുണ്ട് എല്ലാ പ്രവാചകങ്ങളും എല്ലാവരും ഇത്ര 124 നബിമാരെന്നറിയാം. എല്ലാ നബിമാരോ നേതാവ് നാനേ ആർച്ചൽ അള്ളാഹ് റസൂൽ. പിന്നെ ക്യാമന്നാളുണ്ട് എല്ലാ അമ്പ്യാക്കന്മാർക്കും ഇന്നത്തെ കാട്ടി ഹയ്യസ്റ്റ് ഉമ്മത്തിമാരുള്ള നക്ക് എന്ന് ചൊല്ലാറ് നബി. സ്വർഗത്തെ ബായലിൻ്റെ ഫസ്റ്റ് തുറക്കണവണാറ് നാണ് ആർ ചൊല്ലിട്ട് നബി ചൊല്ലിട്ട് സല്ലല്ലാഹു നബിയുടെ നബി മധു ആക്കൂടല്ലേ, നബിയുടെ മൗലൂദ് ആക്കൂടെ അതേ മൗലൂദ്. പിന്നെ ഫസ്റ്റ് കബൂർ ഫസ്റ്റ് കണിക്കൂറാറ് നാനായിട്ട് കിട്ടാ ആറ് നബി ചൊല്ലോ. ನಾನು ಎಲ್ಲಾತಗಡೆ ಫಸ್ಟ್ ಶಫಾತ್ ചെയ്ത അതും ചൊല്ല അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഫാത്ത് സ്വീകരിക്കണതും നണ്ടമേ ഷഫാത്ത് സ്വീകരിക്കണമേ നണ്ടമേ. ആദ്യം നബി വിളിച്ച മക്കളെ പോയിക്കൽ ನಾನು അഫ്ളൽ ഖൽഖ് ನಾನು ഭയങ്കര സ്റ്റേഷനിൽ നാനേ ശ്രേഷ്ഠ എന്ന് ചൊല്ലാറ് അള്ളാഹ് റസൂലും. പിന്നെ പാടും ചൊല്ലിട്ട് അള്ളാഹ് റസൂൽ ഇതെല്ലാം ചെല്ലതല്ല അഹങ്കാരത്തെ ഫലക്കല്ല. അള്ളാഹു ചെലപാട്ടല്ലേ ഖിയാമത്ത് ലിവാഉൽ ഹംദ് എന്നുള്ള കൊടി പിടിക്കാറ് അതും നാനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നണ്ടോ കൊടി ലിവാഉൽ ഹംദുൽ കീഴിൽ എല്ലാ നബിമാരും ആദ്യ നബി അടക്കം എല്ലാ നബിമാരും എന്താ വിടാറ് നണ്ടെന്ന് കൊടി കീഴിലിക്കിടാറ്. നക്ക് അള്ളാഹു ഭയങ്കര മഹോന്നത സ്ഥാനം എന്നൊക്കെ കൽപ്പിച്ചിരാ എന്നൊക്കെ എന്താക്കിരാ സ്ഥാനം വെച്ചിരാ എന്ന് ചൊല്ലാറ് അള്ളാഹ് റസൂൽ. അപ്പോൾ അള്ളാഹ് റസൂല് അള്ളാഹ് റസൂലിൻ്റെ എന്താക്കട് മധു ആക്കട് ചെന്ന് മൗലീദാക്കട്. അതുകൊണ്ട് ഞങ്ങൾ മങ്കൂസ് മൗലീദ് സമയത്താണ് എല്ലാം ഞങ്ങൾ മൂലത് ഒരുപാട് മൗലൂദുകളുണ്ടല്ലേ, എല്ലാത്തിലും അള്ളാഹ് റസൂലിൻ്റെ മധുണ്ട്. അതുകൊണ്ട് കൈവിടെ പരമാവധി ഞങ്ങൾ നാൽകും മൗലീദ് ഓതുറതും അള്ളാഹ് റസൂൽ അങ്ങേറ്റം പിരിച്ചവയ്ക്കണം, അള്ളാഹ് റസൂൽ അങ്ങേറ്റം ബഹുമാനിക്കട സ്വാലിഹിക ഞങ്ങൾ ആവണു. ആ നിലക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ജീവിക്കും. ഞങ്ങൾ എല്ലാവർക്കും നീ ആവദാഖ് റഹ്മാൻ ഞങ്ങളെല്ലാ പ്രവർത്തനം നീ സ്വീകരിക്കുക. അള്ളാഹ് റസൂൽ ഷറഫാക്കപ്പെട്ട ഈ തിങ്ങളുടെ ഹക്ക് ജാഹവർക്കത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ മദീനത്ത് ആയത്തരവക തോന്നി മദീനത്ത് റബീഉൽ ഞങ്ങൾ മദീനത്തിലേക്ക് തോന്നി നിൻ്റെ മഹലായ ഫദ്ൽ കൊണ്ട് നീ പൊരുത്തപ്പെട്ടല്ല മുഹമ്മദ് മഹദിമാർ ബർക്കത്തുകൊണ്ട് ആവദാഖ് അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.